Now, let's enjoy a skit presented by our boys, Alif Antiques, Laughter with a Lesson. Get ready for a hilarious adventure filled with laughter, excitement, and valuable lessons. രാവിലെ തന്നെ ബക്കറാണല്ലോ. ഹലോ, വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ. ആ, തിളച്ച ചായ കലക്ക് ചിന്തി, ചെറുതായിട്ടൊന്ന് പൊള്ളി. ഡോക്ടർമാർക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ആ, ഇച്ചു ഫ്രീ ആണെങ്കിൽ വന്നോളി. ബക്കറെങ്കിലും ഉണ്ടല്ലോ എൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ. അൽഹംദുലില്ലാ, ഖൈറ്. വായി തോന്നെല്ലാം വിളിച്ച് പറയെങ്കിലും ഓ ശുദ്ധനാ, മിൽമയേക്കാൾ ശുദ്ധനാ. ചായയടി നമ്മൾ ചെയ്തപ്പോ ബക്കറെ പോലുള്ള തേന്മാരി ചങ്കിനെ കണ്ടേനാ. ചായയടി നമ്മൾ ചെയ്തപ്പോ ബക്കറെ പോലുള്ള തേന്മാരി ചങ്കിനെ കണ്ടേനാ. പുട്ടിൻ്റെ മട്ടൻ സെറ്റല്ലേ നമ്മുടെ കയ്യിൽ നെയ്യുള്ള തിളയ്ക്കണ ടീയാണേ. പുട്ടിൻ്റെ മട്ടൻ സെറ്റല്ലേ നമ്മുടെ കയ്യിൽ നെയ്യുള്ള തിളയ്ക്കണ ചായാണേ. എന്താ ബക്കറ, എന്തു പറ്റി? എനിക്ക് മുഖമാകെ വിളറിയിട്ടുണ്ടല്ലോ, പേടിച്ചിട്ടുണ്ടോ? എന്തു പറ്റി? എൻ്റെ വരുന്ന വരിക്ക് അറിയാതെ ചവിട്ടിയതൊരു അണല്. എന്തോ ഭാഗ്യത്തിന് കുത്ത് കിട്ടിയില്ല. ആ ഷോക്കിൽ വരുമ്പോഴായിരുന്നു ഒരു ആന കയറിയത്. ആനയോ? ഇവിടെയോ? ഹിച്ചാതി ബിടലാ ബക്കറേത്. നമ്മുടെ ആനയെന്ന് കേരള രാജ്യത്തിലെ ബ്രേക്കല്ല രാജു, നമ്മുടെ കേശുവേട്ടൻ. ബക്രേജ് തമാശിക്കാതെ പറ. നമ്മുടെ KSRTC. ഓ, KSRTCയാ? ആ KSRTC എന്തോ ഭാഗ്യത്തിന് എന്നെ ഇടിച്ചില്ല. അവിടെ പോയി ഏതോ വണ്ടീനെ ഇടിച്ച് അവിടെ ആംബുലൻസും പോലീസൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ വല്ല ഗതാഗത മന്ത്രി ആണെന്നില്ല എൻ്റെ ആ KSRTC ഡ്രൈവറിനുണ്ടല്ലോ സർവീസ് ചെയ്യുന്ന ഡിസ്മിസ് ചെയ്ത് വിട്ടേനെ. പിന്നെ ഞാനായിട്ട് ഒരു കുടുംബം പട്ടിണിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആവാത്തത്. വക്കറയുടെ മയത്തിലൊക്കെ തള്ളാട്ടോ. ആട്ടെ, എനക്കൊരു ചായ എടുക്കട്ടെ? ആ, നിങ്ങൾ എടുത്തോളെ. ആട്ടെ, കഴിക്കാൻ എന്താ പോളേ? അച്ചപ്പം, കൊഴലപ്പം, പാലപ്പം, നെയ്യപ്പം, കിണ്ണത്തപ്പം, ഇടിയപ്പം, മേലയപ്പം, തിരളിയപ്പം, ഉഴുന്നുവട, ഉള്ളിവട, പരിപ്പുവട, ഇറച്ചിവട, ചെമ്മീൻ വട. ഇതൊന്നുമായിട്ടില്ല, ആവണതേ ഉള്ളൂ. വെറുതെ എൻ്റെ വായിൽ കപ്പലോടി. നല്ല പഴംപൊരി ഉണ്ട്. നമ്മുടെ തെങ്ങുംതോപ്പിൽ തൊമ്മന വില വാങ്ങിയാൽ പിടിച്ചാൽ കിട്ടാത്ത പരിശുദ്ധമായ എണ്ണ പൊടിച്ച പഴംപൊരി, ക്രിസ്പി ഐറ്റം. എടുക്കട്ടെ? ആ, നിങ്ങളെത്ര മൊഞ്ചാക്കിയല്ലേ. പഴംപൊരി പോരട്ടെ, പൊന്നരക്ക തന്നാട്ടെ, ക്രിസ്പി ഐറ്റം തന്നാട്ടെ, എമ്മിയാണിൽ കഴിക്കട്ടോ. ആ, കഴിച്ചോളി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മറെ, കുറെ ആയല്ലോ കണ്ടിട്ട്. അതേക്കാ, നമ്മളുടെ കാതർക്കൊക്കെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഹോസ്പിറ്റലിലായി. ഞാൻ അദ്ദേഹത്തിന് കൂട്ടിരിക്കുകയായിരുന്നു. ഇന്നാലില്ലാ. ഈ കാര്യം അറിഞ്ഞ ഉമ്മറ എപ്പോഴാണ് സംഭവിച്ചത്? ഒരാഴ്ച ആയിക്കാ. കാതറിന്റെ മക്കൾ സൗദിയിൽ നിന്ന് എത്തിയില്ലേ? ഇല്ലേ ഇക്ക, കഫീൽ സ്ഥലത്തില്ലാത്തതിനാൽ ലീവ് അടിച്ചു കിട്ടിയില്ല. വരാൻ കഴിഞ്ഞില്ല. ഉടൻ വരും ഇൻഷാ അല്ലാ. ഉമറേ, ഇജ്ജ എന്തിനാ മറ്റുള്ളവരൊക്കെ ചെയ്യാൻ നയിക്കണേ? അനക്ക് എൻ്റെ സ്വന്തം കാര്യം നടന്നൂടെ? ബക്കറിക്ക, നമ്മൾ മറ്റുള്ളവർക്ക് കരുണ കാണിക്കണമെന്നും ഉപകാരം ചെയ്യണമെന്നല്ലേ ദീൻ പഠിപ്പിക്കുന്നത്. ഓ, അനക്ക് ബല്ലീബിൽ അറിവാണല്ലോ മോനൂസേ. ബക്കറെ, സൂക്ഷിച്ച് ദീനെ നിസാരമാക്കല്ലേ. ബക്കറിക്ക, ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. അള്ളാഹുവിന്റെ ഗുണനാമങ്ങളിൽ മുഖ്യമായത് അർ റഹ്മാൻ, അർ റഹീം അഥവാ പരമകാരുണികൻ, കരുണാനിധി എന്നിവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചില്ലേ, നമ്മൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ള റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. ഓ മോനെ, ഇക്ക തമാശ പറഞ്ഞതാ. ഓൻ ക്ഷമിച്ചേരാ കേട്ടോ. റബ്ബിന്റെ കാര്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇരിക്കുമ്പോ ചായ പഴംപൊരി എടുക്കാം. ഉമറേ, എൻ്റെ പാട്ടിട്ട് 5-6 മാസമല്ലോ ഉമറേ. ഓനൊരു കിടക്കാച്ച പാട്ടങ്ങ് പാടിക്കേ. പിന്നെ പാടക്ക. ഇപ്പൊ പാടടോ, കേക്കട്ടെ. ദേശങ്ങൾ തേടി
അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ നേരിൻ തെളിദീപം തെളിച്ചവരിൽ ചൊരിയുന്നു സലാമ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ നേരിൻ തെളിദീപം തെളിച്ചവരിൽ ചൊരിയുന്നു സലാമ സൂര്യനുദിക്കാദിക്കുകൾ തേടിയവർ ഹബീബിൻ്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവ് സൂര്യനുദിക്കാദിക്കുകൾ തേടിയവർ ഹബീബിൻ്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവ് ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ നേരിൻ തെളിദീപം തെളിച്ചവരിൽ ചൊരിയുന്നു സലാമ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, കൊള്ളാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഫുഡി പ്ലാനറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയത് ഹോട്ടൽ ശശാങ്കനിലെ സദ്യയും പായസങ്ങളും തേടിയായിരുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഫേമസ് തട്ടുകടയായ അബൂഖാന്റെ പുട്ടും മട്ടനും കട്ടനും എന്ന തട്ടുകടയിലേക്കാണ് ഗായ്സ്. ഇന്നലെ നിങ്ങളുടെ വായിലോടിയത് കപ്പലാണെങ്കിൽ ഇന്നോടാൻ പോകുന്ന ടൈറ്റാനിക് ആണ് ഗായ്സ്. ഇൻട്രോയ്ക്കുള്ളത് ഇത് മതി, ബാക്കി പിന്നെ എടുക്കാം. ഇക്കോ അത് ചായ. വേറെ എന്തെങ്കിലും? ഫസ്റ്റ് കട്ടൻ, ദെൻ മട്ടൻ വിത്ത് പുട്ട്. ക്ഷീണിച്ചു വന്നതല്ലേ, ഈ അടിപൊളി ചായ കുടി. എൻ്റെ അഭിപ്രായം പറ. ഒരു അടിപൊളി കിടക്കാച്ച ചായ. സന്തോഷം. ആട്ടെ, എന്താ അടങ്ങിയിരിക്കുന്നേ? നമുക്ക് അടങ്ങിയിരിക്കാനുള്ള സമയമുണ്ടോ മോനെ? ഇങ്ങനെ ജോലിയല്ലേ. എന്താ അടങ്ങിയിരിക്കുന്നേന്ന്? വല്ലാത്ത ജാതി മോനെ. അടങ്ങിയിരിക്കാനുള്ള സമയമുണ്ടോ? ഇങ്ങനെ ജോലിയല്ലേ. എന്റെ പൊന്നാര മാണിക്കല്ലേ ഇക്കാ, ഈ ചായയിൽ എന്താ അടങ്ങിയിരിക്കുന്നേന്ന്? ഓ, അത് ഇത് ലെമൺ പീന് ഒഴിച്ചിരിക്കല്ലേ. അയ്യേ, ഏതവനാ പിഴിഞ്ഞൊഴിച്ചേ? ഇത് ലെമൺ പീന് ഒഴിച്ചിരിക്കല്ലേ. ഏതവനാ പിഴിഞ്ഞൊഴിച്ചേന്ന്? മോനെ, ലെമൺ ലെമൺ, നാരങ്ങ നാരങ്ങ. ഓ, അങ്ങനെ അങ്ങനെ. അബൂക്ക, ഇവിടെ റേഡിയോ ഒന്നുമില്ലേക്കാ? ആ റേഡിയോ കൂടെ വാങ്ങിക്കുക, രാവിലത്തെ വാർത്തയ്ക്ക് കേൾക്കട്ടെ. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. ഓ, കണച്ചൻ നിന്ന് പോയത് കാര്യമായി. അല്ലേലും രാവിലെ തന്നെ ഇജാതി തള്ളക്ക് കേൾക്കുള്ള ത്രാണിയൊന്നും നമ്മക്കില്ല. എൻ്റെ അബൂക്ക, കണച്ചൻ റേഡിയോയുടെ കണച്ച് ഹാലാക്കിയത് നന്നായി, അല്ലെങ്കിൽ നമ്മുടെ കണച്ച് ഹാലാക്കായി പോയേനെ. റേഡിയോ ചിലർക്ക് ശരിയാക്കും, ചിലർക്ക് ശരിയാക്കില്ല. നമുക്ക് എന്തായാലും ശരിയായില്ല. ആ, നീയിപ്പോൾ എന്തായാലും ആ പത്രം കൂടെ വായിക്കാം. ഇക്കടെ പത്രം ഇല്ലേക്കാ? ആ പത്രം തന്നോളി. ഇക്ക, എൻ്റെ കടയിൽ AC ഒന്നും ഇല്ലേക്കാ? എന്തിനാണ് ബക്കറെ AC? ഇക, ഇത് ചൂടുള്ള വാർത്തയാ, വായിക്കാൻ വേണ്ടിയിട്ടാ. ഇച്ച് തമാശിക്കാതെ ഇപ്പൊ വായിക്കും, പിന്നെ AC വാങ്ങിക്കാം. ശരി. കോഴിക്കോട് കടലക്കറി മണം. കടലക്കറി മണമല്ല, കടലാക്രമണം. ആ, എന്തെങ്കിലും ആക്രമണമാവട്ടെ. 2025 ഫുഡടി പുരസ്കാര ജേതാവ് ശ്രീമാൻ പപ്പായി മനസ്സ് തുറക്കുന്നു. പ്രിയമുള്ള ഭക്ഷണ പ്രേമികളെ, നമ്മുടെ സാധാ ഊണ് കഴിച്ച് മടുത്തു. ഇപ്പോൾ അൽഫാമും കുഴിമന്തിയും ഒക്കെ ആയതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. സോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് മുതലാളിമാരെല്ലാം എൻ്റെ അടുപ്പക്കാരായത് കൊണ്ട് അവർ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവിടെ പോകാറുണ്ട്, കൈ കൊടുക്കാറുണ്ട്, കഴിക്കാറുണ്ട്, കുടിക്കാറുണ്ട്. എന്നോടും എന്നെ അറിയുന്നവരോടും അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഫുഡടി അവാർഡ് എനിക്ക് വേണം, നിങ്ങളതെനിക്ക് തരണം. അവാർഡ് ഞാനിങ്ങ് എടുക്കുക. അവാർഡ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി മുതൽ എന്നും നിങ്ങളിൽ ഒരുവനായി നിങ്ങളോടൊപ്പം ഫുഡ് അടിക്കാൻ ഞാനും ഉണ്ടാക്കും. നന്ദി 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 ഉണ്ടേ. പപ്പായി എൻ്റെ കടയിലോട്ടൊന്ന് വരുത്തണം, പരിപാടി കളറാക്കണം. ഇച്ചിപ്പോൾ വേറെ വായിക്ക്. ശരി. വീണ്ടും കുറുവ സംഘം. കേരളം വീതിയിൽ CCTV ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ വിറയൽ. ഫേസ്ബുക്ക് അല്ല, ഫേസ്ബുക്ക്. വിറയലല്ല, വൈറൽ. ഓ, ഏത് ബുക്കിനെ വൈറൽ പിടിച്ചാലും കുഴപ്പമില്ല. തൃശൂർ ബോബി വധം. പ്രീതി പിടിയിൽ. പ്രീതി അല്ല, പ്രതി. ഓ, പ്രതിയെങ്കിൽ പ്രതി. പ്രതി ഡിമാൻഡിൽ. ഡിമാൻഡിലല്ലേ, റിമാൻഡിൽ. ആ, എങ്കിൽ ഞാൻ വായന നടത്തി, നിങ്ങളങ്ങ് വായിച്ചോളി.
हेलो सर, नमस्कार। നമസ്കാരം. जनाब, मैं रसीम सेठ का घर तलाश कर रहा हूँ, आप मेरी मदद कर सकते हैं? എന്റെ റബ്ബേ, ഇത് എന്താണ് ഹേ? عذرا سيدي، نحن نبحث عن منزل رسيم سيد، ممكن مساعدة؟ യാ അല്ലാഹ്, അലിഫും ബ താവും സാ. ബക്കറെ, എന്താ എന്റെ ഉദ്ദേശം? ഇക്കാ അറബി ഹിന്ദിക്ക് സിമ്പിൾ അല്ലേ ഇക്കാ? റിലാക്സ് പണ റിലാക്സ്. തൂ കയാ കയാ ഹു ഹാ ഹു. सर, रसीम सेठ का घर मालूम? അബൂക്ക, എൻ്റെ അറിവിൽ ഏതെങ്കിലും മാളുവിനെല്ലാം അറിയാമോ? എന്റെ അറിവിലില്ല. ആ, നമ്മുടെ യൂസുഫ് കാക്കാരെ ലുലു മോളെ തിരക്കുന്നാണെങ്കിൽ ചോദിച്ചോക്ക്. മാളുമോൾ നാട്ടിലില്ല ഹേ. യൂസുഫ് കാ മാള് ഹേ, ലുലു മാള് ഹേ. മേരാ നഹി, തേരാ നഹി, ആരും നഹി ഹേ. യൂസുഫ് കാ മാള് ഹേ, കൊച്ചി ബോഗു ഹേ. يا سيدي، تعرف طريق إلى بيت أخ رسيم؟ ഇക്കാ, മൂപ്പർ നല്ല മനുഷ്യരാ. എൻ്റെ ഫുഡിൻ്റെ കാശ് മൂപ്പർ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ. ഫോണാ? हेलो भाई, हाँ हम पहुँच गए हैं अभी एक दुकान में। नहीं, वो नहीं समझते हैं हम क्या कहा रहे हैं। मुश्किल है भाई, मुश्किल, बहुत मुश्किल। भाई साहब आप क्या चाहिए? आप रसीम सेठ का घर मालूम? जी मालूम। السلام عليكم ورحمة الله وبركاته. वालेकुम السلام. شو أخبارك؟ كويس؟ أنت يا بنية؟ अल्हम्दुलिल्लाह أنا بخير زين. ما شاء الله، بارك الله. يمكنك التعامل مع اللغة العربية بشكل جيد، ممتاز، 100. هذا من فضل ربي. أنا اسمي فراج محمد بن طارق المجالي من اليمن. هذا صديقي إنعام الحسن من لكنو. نحن الآن من دبي، نعمل في مطعم رسيم سيد في دبي. نبحث حاليا عن مسكنه، ممكن مساعدة؟ لا تحزن إنني معكما. يوجد مسجد أسفل طريق ومنزل سيد رسيم سيد هو رابع على طريق صحيح بجوار المسجد. شكرا، جزاك الله خير. शुक्रान, जज़ाकल्लाह खैर। അവരെന്താ പറഞ്ഞത്? ബക്കർക്ക് അറിയാൻ പൂതിയുണ്ട് കേട്ടോ. നമ്മുടെ അബ്ദുൽ ജബ്ബാർ സേട്ടിൻ്റെ മകൻ റസീം സേട്ടിൻ്റെ ദുബായിലെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നവരാണ് ആ രണ്ടുപേർ. ഒരാൾ യമനിൽ നിന്നും മറ്റൊരാൾ ലക്നൌവിൽ നിന്നും. അവർ സേട്ടിൻ്റെ പുതിയ വീട് സന്ദർശിക്കാൻ എത്തിയതാ, വഴി ചോദിച്ചതാ. ആ ഉമറേ, നീ എങ്ങനെ ഹിന്ദി അറബിയൊക്കെ പഠിച്ചേ? ബക്കറെ, ഓന്റെ വാപ്പാക്ക് തിരുവനന്തപുരത്തല്ലെന്ന ഉദ്യോഗം. ഓൻ പഠിച്ച അവിടുത്തെ സ്കൂളിലല്ലേ. ഉമറേ, ഇതൊക്കെ എവിടെന്നാ പഠിച്ചേ? ഞാൻ സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. നമ്മളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് അലിഫ് സ്കൂൾ പഠിക്കാൻ സാധിച്ചു. സ്കൂളിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, അലിഫ് സ്കൂൾ ഇസ് എ ഹബ് ഫോർ മോഡേൺ ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. അലിഫ് സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ദീനി വിജ്ഞാനവും ദീനി തർബിയത്തും ലഭിക്കുന്നു. അല്ലുസയുടെ അപ്ലൈഡ് അറബിക് കോഴ്സിലൂടെ കുട്ടികൾ അറബിക് ലാംഗ്വേജിൽ പ്രാപ്തിയുള്ളവരാകുന്നു. ഇംഗ്ലീഷ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രതിഭകളായ അധ്യാപകർ കുട്ടികളെ ഇംഗ്ലീഷ് ഹിന്ദി ലാംഗ്വേജിൽ കഴിവുള്ളവരാക്കി മാറ്റുന്നു. അലിഫിൽ പഠിച്ചതുകൊണ്ട് എനിക്കും എൻ്റെ കരിയർ മെച്ചപ്പെടുത്താൻ സാധിച്ചു. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. ഉമറേ, അലിഫ് സ്കൂൾ, ആ സ്കൂളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആ, ഓർമ്മ വന്നു. കഴിഞ്ഞ വർഷം വയനാട് മുണ്ടക്കൈ പെരുന്ന സമയത്ത് ഞാനും കുറച്ച് വ്ളോഗർമാരൊക്കെ അവിടെ സഹായത്തിന് പോയി. അപ്പം 2 പിള്ളേർ 16-17 വയസ്സ് തോന്നിക്കും. ആ 2 പിള്ളേർ എല്ലാവരെയും ഭയങ്കര ആക്റ്റീവായിട്ട് സഹായിച്ചുകൊണ്ട് എനിക്കത് കണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ അവരെ പോയി കണ്ട് പേര് ചോദിച്ച് പരിചയപ്പെട്ട് എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇതിലേക്ക് പ്രേരിപ്പിച്ചത് എന്താണെന്ന്. അപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു, ബക്കർക്ക, എനിക്ക് വല്ലാതെ ഫീലായി. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കാണാനാണ് വന്നതെന്നാണ്. റബ്ബിനെ കാണാനോ? ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ വിശദീകരിച്ചു, നാളെ പരലോകത്ത് പടപ്പുകളോട് പടച്ചവൻ ചോദിക്കുമത്രേ, ഞാൻ പ്രയാസത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിക്കാത്തതെന്തെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കും, ലോകരക്ഷിതാവായ അള്ളാഹുവിന് പ്രയാസമോ? അപ്പോൾ അള്ളാഹു വിശദീകരിക്കും, എൻ്റെ അടിമകൾ പ്രയാസത്തിലായിരുന്നപ്പോൾ നിങ്ങൾ അവരെ സന്ദർശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ അറിവൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചത്? അവർ പറഞ്ഞു, ഞങ്ങൾ ട്രിവാൻഡ്രം അജി സ്കൂളിലാണ് പഠിച്ചത്. ഉമറേ, നിങ്ങളുടെ സ്കൂൾ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് ഉമറേ, അതിനുള്ള വഴി ഞാൻ കാണുന്നതാണ്. എൻ്റെ പൊന്നു മോനെ, ആ സ്കൂളിലൊന്ന് പോവേണ്ടത് തന്നെയാണ്. ഒരു ദിവസം ഉമറിൻ്റെ വാപ്പ എന്നോടെ കൊണ്ടുപോയി. അപ്പം അവിടെ അഖിലാക്ഷരം നടക്കുകയായിരുന്നു. എത്ര കുട്ടികളാണെന്നറിയോ ഖുർആൻ മനഃപ്പാടമാക്കിയത്. ഓരോ കുട്ടികൾ ഓതനയൊക്കെ എന്താ രസമാണെന്നറിയോ. പിന്നെ കുറേ കുട്ടികൾ പാട്ടും പാടി. അതിലൊരു കൊച്ചു പാടിയ പാട്ടിനെ മനസ്സിൽ ഇപ്പോഴും കൊണ്ട് മോനെ, അതിനെന്നും ഓർത്ത് പാടും.
അബൂക്ക അനക്ക് അത്രയ്ക്ക് ആ പാട്ട് ഓർമ്മയാണെങ്കിൽ ആ പാട്ടങ്ങ് പാടിക്കേ. എൻ്റെ സ്കൂള് പാടല്ലേ ഞാൻ വീഡിയോ എടുക്കാം, നാളത്തേക്കുള്ള കണ്ടന്റ്. തന്നെ ഞാൻ ഒരുങ്ങട്ടെ കേട്ടോ. പണ്ടേ സുന്ദരനാണ്, പിന്നെ കുറച്ചും കൂടെ ആക്കാൻ പറ്റും. ഓക്കെയോ? ഓക്കെ. എൻ്റെ സ്കൂളായ അലിഫില്ലായി നിന്ന് ഇൽമായ നൂറിൻ്റെ താലിബ പണ്ടേ തൊട്ടിന്നോളം നൂറിൻ പൂക്കളം കാണുമ്പോൾ എൻ കൽബ് നൂറില എന്നും റബ്ബിൻ്റെ മുന്നിൽ ശുക്രെത്ര പാടി ഞാൻ ഇന്നെന്ത് ജോറില എന്നും റഹ്മാനെ തേടി അണഞ്ഞില്ലേ നാളെ എന്താകും ബേജാറില അലിഫിൻ്റെ മല്ലതല്ല ഇൽമിൻ്റെ ഗേഹം അലിഫല്ലതല്ല അലിഫിൻ്റെ മല്ലതല്ല ഇൽമിൻ്റെ ഗേഹം അലിഫല്ലതല്ല പാടി പറയും അത് അല്ലതില്ല എണ്ണി പറയാനു ശുക്രല്ലാതില്ല പറഞ്ഞു പറഞ്ഞു പകലിരവുകൾ കൊഴിഞ്ഞു വല്ലാതെ നാദം കേൾക്കണം വൈകാതെ എൻ്റെ സ്കൂളായ അലിഫില്ലായി നിന്ന് ഇൽമായ നൂറിൻ്റെ താലിബ പണ്ടേ തൊട്ടിന്നോളം നൂറിൻ പൂക്കളം കാണുമ്പോൾ എൻ കൽബ് നൂറില എന്നും റബ്ബിൻ്റെ മുന്നിൽ ശുക്രെത്ര പാടി ഞാൻ ഇന്നെന്ത് ജോറില എന്നും റഹ്മാനെ തേടി അണഞ്ഞില്ലേ നാളെ എന്താകും ബേജാറില. മാഷാ അല്ലാ, ബാറക്കല്ലാ, കൊള്ള കേട്ടോ. നല്ല പാട്ടിക്ക. അസ്സലാമു അലൈക്കും മോനെ. വാലിക്കും അസ്സലാം. കുഞ്ഞിക്കായ എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അൽഹംദുലില്ലാ. മോനത്തിരക്ക് ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞു മോൻ കടയിലേക്ക് വന്നെന്ന്. ആ മോനെ UK നിന്നൊരു ജമാഅത്ത് വന്നിട്ടുണ്ട്. മോൻ സജീവമായ ജമാഅത്തിനോടൊപ്പം ഉണ്ടാവണം. മോനുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്താണ്. മോൻ്റെ 4 മാസം ജമാഅത്തൊക്കെ റാഹത്തായിരുന്നു. റാത്തായിരുന്നു ഇക്ക. ഇദ്ദേഹം ജുനീദ് സുലൈമാൻ UK നിന്നാണ്. Assalamu alaikum wa rahmatullahi wa barakatuh. വാലിക്കും സലാം. Are you fine? അൽഹംദുലില്ലാ. MashaAllah, barakallah. അസ്സലാമു അലൈക്കും. Alaikum salam. അസ്സലാമു അലൈക്കും. Brothers, I hope you are all doing well. MashaAllah, barakallah. Allah is indeed great. Allahu Akbar. Love Allah, trust Allah for everything, no matter what. Whether we lose or win, gain or face problem, we trust Allah. Even when things are not going our way, we thank Him even more and we talk to Him. That's a good habit to talk to Allah, and although He knows our thoughts and emotions, but He wants to hear from us. We can cry to Him, tell Him our concerns, and He will listen. My brothers, do not become depressed to the point where you begin to question Allah's wisdom. People often ask, why is Allah testing me? Why doesn't He like me? But the truth is, everyone on earth is tested. It's a sign of Allah's love. When the Prophet Muhammad sallallahu alaihi wasallam, peace be upon him, who was most loved by Allah, faced numerous tests, we should strive to follow his example and the example of the Sahaba, who demonstrated remarkable dedication to their faith. However, we often fail to understand this concept. Do you know why? Do you know? No. It is because we neglect to strive in the way of Deen with the same level of dedication and commitment as the Prophet Muhammad sallallahu alaihi wasallam and his companions, the Sahaba. We should therefore make a concerted effort to strive in the way of Deen. With the blessed month of Ramadan is approaching, let us prepare ourselves spiritually, physically and emotionally. Let us focus on performing good deeds, engaging in self-reflection and striving our personal growth. By doing so, we can make the most of this opportune time to strengthen our faith, seek forgiveness and draw closer to Allah.
We have traveled from Shrewsbury, England for Allah's sake and now visiting you. We will be here for a few days and will love for you. Join us for the pleasure of Allah. മോനെ ഉമ്മറെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കങ്ങ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മയെല്ലാം രക്ഷിച്ച് പരിപാലിക്കുന്ന അള്ളാഹു വലിയവനാകുന്നു. അവനെ നമ്മൾ വിശ്വസിക്കുക, അവനെ നമ്മൾ സ്നേഹിക്കുക. എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കുക, അവനെ ബരമേൽപ്പിക്കുക. നമുക്ക് വിജയമുണ്ടായാലും പരാജയമുണ്ടായാലും ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കുക, അവനെ ബരമേൽപ്പിക്കുക. ചില കാര്യങ്ങൾ നാം വിചാരിക്കുന്നത് പോലെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. ആ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ കൂടുതൽ അടുക്കുക, ഇബാദത്തിൽ ഏർപ്പെടുക, ദിക്ർ വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മുടെ ദുആ കേൾക്കാനും ഉത്തരം നൽകാനും തയ്യാറായിരിക്കുകയാണ്. നാം ഒരിക്കലും നിരാശപ്പെടരുത്, നാം ഒരിക്കലും വിലപിക്കരുത്. എന്നെ മാത്രം എന്തിനാ പരീക്ഷിക്കുന്നത്, എന്നെ മാത്രം എന്താ ബുദ്ധിമുട്ടിക്കുന്നത്, എന്നെ മാത്രം എന്താ സ്നേഹിക്കാത്തത്, നാം അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ പേരിലാണ് പരീക്ഷണങ്ങൾ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ സ്നേഹവും കരുണയും പ്രവാചകത്വം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൽകി. മനുഷ്യനെ ക്രമീകരിച്ചിരിക്കുന്ന രീതി നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയോ സഹാബത്തിനെ പോലെയോ ദീൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നില്ല, ദീൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല, നമുക്ക് യഖീനുള്ള ഈമാനുമില്ല. സഹോദരങ്ങളെ, അനുഗ്രഹീതമായ റമദാൻ മാസം നമ്മൾ അടുക്കലെത്തിയിരിക്കുകയാണ്. ആത്മീയമായും ശാരീരികമായും വൈകാരികമായും നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലും ആത്മപരിശോധന നടത്തുന്നതിലും നാം ശ്രദ്ധിക്കണം. എന്നാൽ അള്ളാഹുവിനോട് നമുക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും, പരിപൂർണ്ണ തൗബ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അങ്ങ് ദൂരെ ഇംഗ്ലണ്ടിലെ ഷ്രൂസ്ബറിയിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ട് നമ്മൾ അടുക്കലെത്തിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ ശ്രമിക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബാങ്ക് വിളിക്കാൻ സമയം നമുക്ക് പിരിഞ്ഞാലോ? നമസ്കരിച്ച് വന്നിട്ട് കാണാം. ആ ബൂക്ക ബാങ്ക് വിളിക്കുന്ന സമയം പള്ളിയിലേക്ക് പോകണം കേട്ടാ. ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് ദുആ ചെയ്യ്. എനിക്ക് ദുആ ചെയ്യ് എൻ്റെ കച്ചവടം ഹൈറാവാൻ വേണ്ടി. Thank you.